ഓപ്പണായിട്ട് നിങ്ങൾക്ക് ഇവിടെ പറയാം കേട്ടോ. അവരുടെ പഠന മികവ്, അവർക്ക് കുട്ടികളിലുള്ള പ്രോത്സാഹനം, നിങ്ങൾ തന്നെ കുട്ടികളെ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിച്ചാൽ അവർ കുറച്ച് മുതിർന്നവരെ പോലെ പക്ഷെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അങ്ങ് ചെയ്യും. പക്ഷേ കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് നിങ്ങളുടെ പ്രോത്സാഹനം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചെയ്യിക്കണം. അതുപോലെ ഓരോ ക്ലാസ്സിൽ വരുന്ന ചില കുട്ടികൾ പഠിച്ച പാഠങ്ങൾ ഞാൻ റെക്കോർഡിട്ട് പോകുന്നുണ്ട് എല്ലാവരും അല്ലേ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞ് കലാക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ. അങ്ങേയറ്റം പ്രതികൂലമായ കാലാവസ്ഥയായിട്ടും വളരെയേറെ പേര് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ചെറിയതായി ആരംഭിച്ച ഈ സ്ഥാപനം ഒരു വലിയ സ്ഥാപനമായിട്ട് മാറുവാൻ ഇടയാകട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിന് വേണ്ടത് കുട്ടികളുടെ എണ്ണം മാത്രമല്ല, അവരുടെ ഗുണമേന്മ ഉറപ്പുവരുത്തലും കൂടെയാണ്. ഗുണമേന്മ ഉറപ്പുവരുത്താനായിട്ട് ആദ്യം ശ്രമിക്കേണ്ട രക്ഷകർത്താക്കളും രണ്ടാമത് ശ്രമിക്കേണ്ടത് വിദ്യാർത്ഥികളുമാണ്. അതിന് എടുത്തിരിക്കുന്നത്. അതുപോലെ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ സെക്രട്ടറി ആയിട്ട് പുതിയ മെമ്പറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഖജാൻജി ഉണ്ട്. ഖജാൻജി എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം എൻ്റെ ചേച്ചിയാണ്. ചേച്ചിക്ക് മഴയും പിന്നെ ടെസ്റ്റിൻ്റെ കാര്യം അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. എൻ്റെ ചേച്ചിയാണ് ഖജാൻജി. നമ്മുടെ വിലപ്പെട്ട ടീച്ചേഴ്സിനും നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഈ വിദ്യാലയത്തിൻ്റെ പേരിൽ എല്ലാവരും പ്രത്യേകിച്ച് സ്വാഗതം പറയുകയാണ്. പ്രത്യേകിച്ച് ഓരോരുത്തരും എടുത്ത് പറഞ്ഞ് സ്വാഗതം പറഞ്ഞതായി പരിഗണിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ പ്രായമായ സാധാരണ ആളുകൾ വന്നിട്ട് ഇത് ചെറിയ വളരെ അധികം നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്വാഗതം ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഈ വിദ്യാലയത്തിൽ നമസ്കാരം. എൻ്റെ പേര് നീതു എന്നാണ്. ഞാനിവിടെ ആർട്ടാണ് പഠിപ്പിക്കുന്നത്. കുറച്ച് കുട്ടികൾ പഠിക്കാനുണ്ട്. പിന്നെ അവരെല്ലാവരും ഒരുവിധം നന്നായി വരയ്ക്കുന്ന കുട്ടികളാണ്. പിന്നെ ഈ കലയൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിപ്പോൾ മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ മ്യൂസിക്കാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മ്യൂസിക്കായിരിക്കും കൂടുതലും കാണുക. ആർട്ടാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആർട്ടായിരിക്കും കൂടുതലും കാണുക. അപ്പോൾ അവർ ഗെയിം കളിക്കുന്നതും ഒരുപാടൊക്കെ മാറ്റാൻ പറ്റും.
പിന്നെ നമ്മളെ കുട്ടികളുടെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഒരു സാധനം സൂക്ഷിച്ചു വയ്ക്കില്ല. പേരൻസ് ശ്രദ്ധിക്കുക, HB പെൻസിൽ മസ്റ്റായിട്ട് കൊണ്ടുവരാം. ഒരു കുട്ടിയും ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് എറൈസർ കൊണ്ടുവരുന്നില്ല. പ്രോപ്പറായിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് കുട്ടികൾ, പക്ഷേ ഈ പേരൻസ് ഒന്നും ക്ലാസ്സിലോട്ട് വിടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. എറൈസർ അങ്ങനെ പെൻസിൽ കയ്യിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കി, ബാഗിൽ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വിടുന്നത് നന്നായിരിക്കും. ഓക്കെ, ദിവസത്തെ ക്ലാസ്സാണ് അത്. ആഴ്ച 2 ദിവസത്തെ ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ 8 ദിവസത്തെ ക്ലാസ് നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 8 ദിവസത്തെ ക്ലാസ്സിൽ പല പാരൻസിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. സാറ്റർഡേ സൺഡേ നമ്മുടെ ക്ലാസ് ഉണ്ട്. അപ്പം മരണം, സംക്രാന്തി, കല്യാണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവും. കഴിവതും കുട്ടികളെ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം 2 ദിവസമില്ല. അപ്പോൾ ഈ 2 ദിവസം തീരെ ഒഴിവാക്കാൻ പറ്റാത്ത കേസിന് മാത്രം കുട്ടികളെ കൊണ്ടുപോകാം. പിന്നെ ഇതിനിടയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വരാം. അപ്പം മാക്സിമം കുട്ടികൾക്ക് ചിലപ്പം ഒരു മാസത്തിൽ 1 or 2 ക്ലാസ്സുകളെ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ കുട്ടികളുടെ ഈ പഠന കാര്യത്തിൽ, അതായത് ഈ നൃത്തമായാലും സംഗീതമായാലും മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും അത് പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതൊരു അത്യാവശ്യ ഘടകമാണ്. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് പറയാനല്ല, ഇത് തന്നെയാണ് പ്രധാനമായിട്ട് എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രാർത്ഥനയായിട്ട് പഠിക്കാൻ വേണ്ടി ടീച്ചറിനടുത്ത് പറഞ്ഞപ്പോൾ ടീച്ചറിനെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞ് ടീച്ചർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് 3 ക്ലാസ് ആവുന്നതേ ഉള്ളൂ. ടീച്ചർ നല്ലോണം പഠിപ്പിക്കുന്നു. മോൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. ഞാൻ കേട്ടത് അത് ആരാധ്യയുടെ അമ്മയുണ്ട്. ടീച്ചറിന് വന്ന് ചേർന്നതാണ്. ടീച്ചറിന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നതാണ്. ടീച്ചർ അവിടെ നിന്ന് ടീച്ചറിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ടീച്ചറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് റീജോയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് വളരെയധികം ഹാപ്പിയാണ്. അവിടെ പാടുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വളരെ ഹാപ്പിയാണ്. കുട്ടിയുടെ അമ്മയാണ്. നമ്മൾ വളരെ ഹാപ്പിയാണ്. അതുപോലെ ഇവിടെ വന്ന് ഇംപ്ലിമെൻ്റ് കാണുന്നത് നേരത്തെ കാട്ടിലും അവർക്ക് നല്ല താല്പര്യമുള്ള ഒരു വിഷയമാണ്. ചെറുതിലെ പാടാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചേർത്തിയത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 1 വർഷമായി. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അധികം സമയം കിട്ടാറില്ല. പക്ഷെ ടീച്ചർ അയക്കുന്ന റെക്കോർഡിംഗ് വെച്ചു കൊടുക്കാറുണ്ട്. അവളെല്ലാം കൂടെ പാടും. അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആൽവിൻ ഷാമിൻ്റെ മദറാണ്. മോൻ വയലിലാണ് പഠിക്കുന്നത്. മോന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കാനും. അപ്പം മോന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ തിരഞ്ഞെടുത്തത്. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ നിർബന്ധിച്ച് അവൻ പ്രാക്ടീസ് ചെയ്യും. അല്ലാതെ ഇങ്ങനെ എനിക്ക് പ്രാക്ടീസ് ചെയ്യണം എന്ന് തോന്നുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊന്നും പറയാറില്ല. പക്ഷെ പഠിക്കണമെന്നുള്ളത് താല്പര്യം ഉണ്ട്. എല്ലാവർക്കും സാറ് ചെയ്യാതെ വരുമ്പോൾ വഴക്ക് പറയും സാറ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പറയും സാറിനോട്. ഓക്കെ, ശരി. വാസുകിയുടെ ഡ്രോയിങ് പിന്നെ പാട്ടിന് പഠിക്കുന്നുണ്ട്. ഞാൻ മോളും മുന്നേ ഒരു 4 ഇൻസ്റ്റിറ്റ്യൂട്ടോളം ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ട്. ഞാനും പഠിച്ചു, മോളും പഠിച്ചു. അപ്പോൾ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് ടീച്ചർ ഇതിനൊരു ദൈവികമായിട്ടുള്ള കലയായിട്ടാണ് കാണുന്നത്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ വേറെ 4 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ മോളും പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ബാക്കി തന്നെ കമ്പയർ ചെയ്ത് പറഞ്ഞില്ല. പക്ഷേ മിസ് അതൊരു ദൈവികമായിട്ടുള്ള കലയായിട്ട് ജോലിയായിട്ടല്ല കാണുന്നത്. എനിക്ക് ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ള ഓവറാണ് മിസ്സിനെ കാണുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ടിവിറ്റി ആയിട്ട് സ്കൂളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ 3 മണിക്ക് ഇപ്പോൾ ഇട്ടേക്കാം. എല്ലാം കഴിഞ്ഞ പാരൻസോട് കുറച്ച് എന്തെങ്കിലും പറഞ്ഞു. സന്തോഷം. ഇവിടെ വന്നതിന് ശേഷം കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. അതിന് വളരെ ഹാപ്പിയാണ്.
മക്കള് പഠിക്കാൻ കുഴപ്പമില്ല, വീട്ടിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നു. പിന്നെ ബിരിയാണി പാടാൻ പ്രാക്ടീസ് കുറവാണ്. പ്രാക്ടീസ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യാതെ കുഴപ്പമില്ല ചെയ്യാനില്ല. അവൻ പ്രാക്ടീസ് ചെയ്യുന്നു. അതുകൊണ്ട് പ്രാക്ടീസ് എന്തോ നന്നായിട്ട് വായിക്കുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ വഴക്ക് കൊടുക്കാറുമുണ്ട്. വഴക്ക് കൊടുക്കും. മക്കള് പഠിക്കാൻ കുഴപ്പമില്ല, വീട്ടിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നു. പിന്നെ ബിരിയാണി പാടാൻ പ്രാക്ടീസ് കുറവാണ്. പ്രാക്ടീസ് ചെയ്യുന്നു. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യാതെ കുഴപ്പമില്ല ചെയ്യാനില്ല. അവൻ പ്രാക്ടീസ് ചെയ്യുന്നു. അതുകൊണ്ട് പ്രാക്ടീസ് എന്തോ നന്നായിട്ട് വായിക്കുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ വഴക്ക് കൊടുക്കാറുമുണ്ട്. വഴക്ക് കൊടുക്കും. അലിപായുതേ കണ്ണാ, അലിപായുതേ കണ്ണായൻ മനമിക അലിപായുതേ, അലിപായുതേ കണ്ണായൻ മനമിക അലിപായുതേ. ആനന്ദമോഹന വേണുഗാനമതിനലി പായുതേ കണ്ണായൻ മനമികലി പായുതേ. ആനന്ദമോഹന വേണുഗാനമതിനലി പായുതേ കണ്ണായൻ മനമിക അലി പായുതേ. நிலை பெயராத சிலை போலவே நின்ற, நிலை பெயராத சிலை போலவே நின்ற, நிலை பெயராத சிலை போலவே நின்ற. நேரமோதறியாமலை மிக வினோதமான முரளிதரா, நேரமோதறியாமலை மிக വിനോദമാൻ മുരളീധര എൻമൻ അലിപായുതേ കണ്ണായൻ മനമിക അലിപായുതേ. ഉന്നാനന്ദ മോഹന വേണുഗാനമതിനലി പായുതേ കണ്ണായൻ മനമിക അലിപായുതേ. കതിത്തവനത്തിലുരുത്തി പകത്തയനകളിത്ത മകിട്ടവ ഒരു തനിത്തവനത്തിലനത്ത് എനക്ക് ഉണർച്ചി കൊടുത്ത് മകിട്ടവ അലകടലൈനി കതിരകളുളിയ ഇണയിരുകളന കളിത്തവ കതറി മനമുരുകിനാലണൈത്തവ കണ്ണാ അലിപായുതേ കണ്ണായൻ മനമിക അലിപായുതേ. ഉന്നാനന്ദ മോഹന വേണുഗാനമതിനലി പായുതേ കണ്ണാ, 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 കണ്ണാ. മലയാളം പ്രൊനൗൺസിയേഷൻ ആയിരുന്നു കറക്റ്റായിട്ട് ഇതിൻ്റെ കൂടെ. ഒരുപാട് കുട്ടികൾക്ക് മലയാളം അറിഞ്ഞുകൊണ്ട് സംഗീതത്തിലേക്ക് വന്ന പ്രൊനൗൺസിയേഷൻ കറക്റ്റായി
അവൾ ഉഷാറിന് എൻ്റെ മോള് എക്സാമ്പിൾ അവളും ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് അവളുടെ മ്യൂസിക്കിൽ വന്നതിലാണ് അതെ അതെ എൻ്റെ 2 മക്കളും മലയാളം പഠിക്കുന്നത് KK വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ഉള്ള ജോലി ആയതുകൊണ്ട് അങ്ങനെ അതൊരു ഇതായിട്ട് പറയാല്ല. ഞാൻ മലയാളത്തിൽ ഹയസ്റ്റ് ടോപ്പ് മാർക്ക് CBSE വാങ്ങിച്ച് പാസ്സായത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണ് മലയാളം. പക്ഷേ മക്കളെ വീട്ടിലിരുത്തി മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സംഗീതത്തിൽ ഇപ്പം അയാൾക്ക് എന്തായാലും മലയാളം അക്ഷരവും മലയാളം പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ ചേച്ചി വന്നിട്ടുണ്ട്. മറ്റിച്ചാണ് അവർ മലയാളം പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നോട് പറയും മോൾക്ക് പാടണമെങ്കിൽ എന്തായാലും മലയാളം പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അയാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇങ്ങനൊരു ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഞങ്ങളിവിടെ താമസം ഉണ്ടെങ്കിലും ഈ ക്ലാസ്സിനെ കുറിച്ച് വളരെ ലേറ്റായിട്ട് അറിയുന്നത്. അത് സാറ് വഴിയാണ് എനിക്ക് അറിയാനിടയായത്. സാറ് ബാങ്കിലെത്തി, സാറിൻ്റെ ഒരു നല്ല കസ്റ്റമറാണ്. അപ്പം സാറ് ബാങ്കിലെത്തി ഇങ്ങനെ പറഞ്ഞ സമയത്തൊട്ടാണ് അറിഞ്ഞത്. അങ്ങനെയാണ് ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു പാക്കേജായിട്ട് തന്നെ ഉണ്ടെന്ന് അറിഞ്ഞ് എല്ലാത്തിനുമുള്ള സോഴ്സ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ താങ്ക് യു മാം, താങ്ക് യു ടീച്ചേഴ്സ്, താങ്ക് യു. ഓരോ പാരൻസും വന്നോളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേജുകൾ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും സമയം കണ്ടെത്തി നിങ്ങൾക്ക് പറ്റാതെ പോയ കഴിയാതെ പോയ അവസരം ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഏജ്. 50 വയസ്സായി കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ടൊക്കെ ഇറങ്ങുക, നമ്മുടെ ടെൻഷൻ കുറയ്ക്കുക. അത് ടെൻഷൻ ഫ്രീ എന്ന് പറയുന്നത് അതൊരു തരം മുട്ടായിയാണ് ഇത്തരം കലകൾ. അപ്പോൾ എല്ലാവരെയും ഈ ഹിമശ്രീ സംഗീത വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ഡാൻസ് മാസ്റ്റർ കുറിച്ചാണ്. മാസ്റ്റർ ഞാൻ തമ്മിലുള്ള പരിചയം എന്നുള്ളത് 10-25 വർഷം മുമ്പുള്ള പരിചയമാണ്. എൻ്റെ മക്കളെ നൃത്താധ്യാപകനാണ്. എൻ്റെ മൂത്ത മോള് ഏതൊക്കെ സബ്ജില്ല +2 കഴിഞ്ഞിറങ്ങുന്നത് വരെയും, അതായത് 5 വയസ്സ് മുതൽ +2 കഴിഞ്ഞിറങ്ങുന്നത് വരെയും സബ്ജില്ല ജില്ല കലോത്സവത്തിൽ കീഴടക്കിയ ഒരു വിദ്യാർത്ഥിനിയാണ്. അത് ബ്രേക്ക് ചെയ്യാൻ ആർക്കും അവൾ ഇറങ്ങുന്നതിനെ പറ്റിയില്ല. അതിൻ്റെ കാരണക്കാരൻ ഞങ്ങളുടെ മാസ്റ്ററാണ്. ആ മാസ്റ്റർ നിങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. ഞാനിത് വെറുമാക്ക് പറയുന്നതല്ല, എൻ്റെ വീട്ടിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ റിസൾട്ട്. അപ്പോൾ കല എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഭാഗമാണ്. അത് ചിലപ്പോൾ ശാസ്ത്രോത്തമ്പലത്തിലായിരിക്കും അടുത്ത വർഷം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് നോക്കിയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് കേട്ടോ. അപ്പോൾ അതിനും നിങ്ങളുടെ ഈ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കുള്ള കുട്ടികളെയൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഡെയിലി. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ ഓണത്തിന് ആസ് യൂഷ്വൽ നമ്മുടെ അല്ലാത്ത പ്രോഗ്രാമുകളും ഉണ്ട്. കരോക്കെ ഗാനമേള, അല്ലാതെ കുട്ടികൾക്ക് ഉള്ള പ്രോഗ്രാംസ്. ഇപ്പോൾ ഈ എക്സാം പോലെ നടത്തുന്നത് പുറമെ വേറെ നമ്മൾ സാധാരണ നടത്തി വരുന്ന പ്രോഗ്രാമുണ്ട്. ഓണസദ്യയും ഒക്കെ ഈ വർഷവും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് പാരൻസ് ഇൻവോൾവ്മെൻറ്റ് ഈസ് നെസസറി ഫോർ എൻകറേജിങ് സ്റ്റുഡൻസ് ടു പ്രാക്ടീസ്. എന്ന് വെച്ചാൽ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കാനുള്ള അവരുടെ നിങ്ങളുടെ എൻകറേജ് ചെയ്യാനുള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ കുട്ടിയല്ല, എൻ്റെ അതുപോലെ വേണമെന്നാണ് പറയുന്നത്. കാരണം ഞാൻ അതേപോലെ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് ചെന്ന് അതേപോലെ ഞാൻ നന്നായിട്ട് ക്ലാസ് അവർ കേൾപ്പിച്ച് കൊടുക്കുകയും ഞാൻ കൂടെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും അറിഞ്ഞൂടാതെ എല്ലാവരും വരുന്നത്. പക്ഷെ പാരൻസും കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. അഭിപ്രായം പറയാനെന്ന് വെച്ചാൽ ഞാൻ 2 വർഷമായി ഇവിടെ വന്നിട്ട്. ഇവിടെ ബന്ധയില് ഇതുവരെ ഞാൻ ഹാപ്പിയാണ്, മോനെ ഹാപ്പിയാണ്, ഒന്നുമില്ല. എൻ്റെ പേര് സന്നദ്ധ പ്രകാശ്. ഞാൻ കേസിൻ്റെ അടുത്ത് ഭജൻ പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ്. ഇപ്പോൾ വർഷങ്ങളാകുന്നു. ഒരുപാട് സ്റ്റേജുകളിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ടീച്ചറുമായിട്ട്. അപ്പോൾ എനിക്കൂടെ പറയാനുള്ളത് കുട്ടികൾ മാത്രമല്ല സംഗീത ലോകത്തേക്ക് വരുന്നത്, നമ്മൾ പാരൻസിനാണ് ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനും 2 പെൺമക്കളുടെ അമ്മയാണ്. 2 പേര് വിവാഹം കഴിച്ചെടുത്തു. ഇപ്പം ചോദിക്കും, ഈ പ്രായത്തിലാണെങ്കിൽ പറ്റിയത് പാട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേജുകൾ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും സമയം കണ്ടെത്തി നിങ്ങൾക്ക് കഴിയാതെ പോയ അവസരം ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഏജ്. 50 വയസ്സ്